ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് നോക്കൂ. ശാന്തമാണോ? അതോ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണോ? അവസാന തീയതികൾ, പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ഭയം. ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ പോലും മനസ്സ് വിശ്രമിക്കാൻ വിസമ്മതിക്കുന്നു. 2500 വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധൻ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. ലോകത്തെ നിയന്ത്രിക്കുന്നതിലൂടെ സമാധാനം ഉണ്ടാകില്ല, അത് മനസ്സിനെ മനസ്സിലാക്കുന്നതിലൂടെയാണ് വരുന്നത്. ഇന്ന് നമുക്ക് ആന്തരികമായ ശാന്തതയിലേക്ക് ബുദ്ധൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാം. വനത്തിലെ ഒരു ആശ്രമത്തിലൂടെയല്ല, ഇവിടെ ഈ ആധുനിക സമ്മർദ്ദത്തിനിടയിൽ. സമ്മർദ്ദം പുതിയതല്ല, അതിൻ്റെ വേഗത മാത്രമേ മാറിയിട്ടുള്ളൂ. ഫോണുകളോ അറിയിപ്പുകളോ സാമൂഹിക സമ്മർദ്ദമോ ഇല്ലാത്ത ഒരു ലോകത്താണ് ബുദ്ധൻ ജീവിച്ചിരുന്നത്. എന്നിട്ടും ഇന്നും നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു സത്യം അദ്ദേഹം കണ്ടെത്തി. മനസ്സാണ് എല്ലാം. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങൾ അതായിത്തീരുന്നു. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെക്കുറിച്ചല്ല ഈ വീഡിയോ. അവയെ നേരിടുമ്പോൾ എങ്ങനെ ശാന്തത പാലിക്കാമെന്ന് പഠിക്കുന്നതിനെക്കുറിച്ചാണ്. നമസ്കാരം. മോട്ടീവ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. പുരാതന ജ്ഞാനത്തെ ആധുനിക ജീവിതത്തിൽ പ്രയോഗിച്ച് നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും ശക്തമാക്കാനും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ആദ്യത്തെ പോയിന്റ് ഇതാണ്. സമ്മർദ്ദം സൃഷ്ടിക്കപ്പെടുന്നത് പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. വേദനയ്ക്ക് 2 പാളികളുണ്ടെന്ന് ബുദ്ധൻ പഠിപ്പിച്ചു. ആദ്യത്തെ അമ്പ് നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. ഒരു പ്രശ്നം, ഒരു പരാജയം, അല്ലെങ്കിൽ ഒരു അപമാനം. രണ്ടാമത്തെ അമ്പ് നിങ്ങൾ സ്വയം ചെയ്യുന്നതാണ്. അമിതമായി ചിന്തിക്കുക, ചെറുക്കുക, കുറ്റപ്പെടുത്തുക, ആവർത്തിച്ച് പറയുക. നമ്മുടെ സമ്മർദ്ദത്തിൻ്റെ ഭൂരിഭാഗവും ജീവിതത്തിൽ നിന്നുള്ളതല്ല, അത് രണ്ടാമത്തെ ഭാഗത്തിൽ നിന്നാണ്. ബുദ്ധൻ പറഞ്ഞു, മറ്റൊരാൾക്ക് നേരെ എറിയാൻ വേണ്ടി എന്തിനാണ് കോപം കത്തുന്ന കനൽ പോലെ പിടിച്ചു നിർത്തുന്നത്? രണ്ടാമത്തെ അമ്പെയ്യുന്നത് നിർത്തുന്ന നിമിഷം മുതൽ ആന്തരിക ശാന്തത ആരംഭിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, നിരീക്ഷിക്കുക, മനസ്സിനോട് പോരാടരുത്. മിക്ക ആളുകളും ശ്രദ്ധ വ്യതിചലിപ്പിച്ചാണ് സമ്മർദ്ദത്തെ നേരിടുന്നത്. ബുദ്ധൻ മൗലികമായ ഒന്ന് പഠിപ്പിച്ചു: നിരീക്ഷണം. ഇരിക്കുക, ശ്വസിക്കുക, ആകാശത്തിലൂടെ കടന്നുപോകുന്ന മേഘങ്ങൾ പോലെ ചിന്തകളെ കാണുക. അതിനെക്കുറിച്ച് വിധി കൽപ്പിക്കേണ്ട, അതിനെ പ്രതിരോധിക്കേണ്ടതുമില്ല. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുമ്പോൾ അവയ്ക്ക് ശക്തി നഷ്ടപ്പെടുന്നു. ബുദ്ധൻ പറഞ്ഞു, നിങ്ങളുടെ സ്വന്തം അരക്ഷിത ചിന്തകളെപ്പോലെ മറ്റൊന്നിനും നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല. പുറത്തെ നിശബ്ദതയിൽ നിന്നല്ല ശാന്തത വരുന്നത്, അത് ഉള്ളിലെ അവബോധത്തിൽ നിന്നാണ്. മൂന്നാമത്തെ പോയിന്റ്, അകൽച്ച എന്നത് രക്ഷപ്പെടലല്ല. ജീവിതം ഉപേക്ഷിക്കുക എന്നല്ല അകൽച്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ സമാധാനത്തെ ഫലങ്ങളുമായി ബന്ധിപ്പിക്കരുത് എന്നാണ് ഇതിനർത്ഥം. നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു, നിങ്ങൾ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്നു, എന്നാൽ ഫലങ്ങളോടുള്ള അഭിനിവേശം നിങ്ങൾ ഉപേക്ഷിക്കുന്നു. ബുദ്ധൻ പഠിപ്പിച്ചു, കഴിഞ്ഞുപോയത് ഉപേക്ഷിക്കുക, വരാൻ സാധ്യതയുള്ളത് ഉപേക്ഷിക്കുക, ഇപ്പോൾ സംഭവിക്കുന്നത് ഉപേക്ഷിക്കുക. ചിന്തകൾ പിടിച്ചു നിർത്തുമ്പോൾ മനസ്സ് ശാന്തമാകും. അടുത്ത പോയിന്റ്, വർത്തമാനകാല നിമിഷമാണ് അഭയം. സമ്മർദ്ദം 2 സ്ഥലങ്ങളിൽ വസിക്കുന്നു: ഭൂതകാലവും ഭാവിയും, ഖേദവും ഭയവും. ബുദ്ധൻ്റെ പരിഹാരം ലളിതമായിരുന്നു. വർത്തമാനകാല നിമിഷത്തിലേക്ക് മടങ്ങുക. ഒരു ശ്വാസം, ഒരു ചുവട്, ഒരു സമയം, ഒരു പ്രവൃത്തി. ഭൂതകാലത്തിൽ മുഴുകരുത്, ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണരുത്, അഥവാ ഒരുപാട് അനാവശ്യമായി ചിന്തിച്ചു കൂട്ടരുത്. മനസ്സിനെ വർത്തമാനകാല നിമിഷത്തിൽ കേന്ദ്രീകരിക്കുക. സമാധാനം എപ്പോഴും ലഭ്യമാണ്. ബുദ്ധൻ ഒരിക്കലും സമ്മർദ്ദരഹിതമായ ജീവിതം വാഗ്ദാനം ചെയ്തിരുന്നില്ല. അദ്ദേഹം സ്വതന്ത്രമായ മനസ്സ് വാഗ്ദാനം ചെയ്തു. കുഴപ്പങ്ങളിൽ ശാന്തമായ മനസ്സ്, അനിശ്ചിതത്വത്തിൽ ഉറച്ച ഹൃദയം,
ഇന്ന് ലോകത്തെ മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിനെ നേരിടുന്ന രീതി മാറ്റുക. കൂടുതൽ നിരീക്ഷിക്കുക, 2 അടി നടക്കുക, ആഴത്തിൽ ശ്വസിക്കുക. കാരണം മനസ്സ് ശാന്തമാകുമ്പോൾ ഒരു കൊടുങ്കാറ്റിനും നിങ്ങളെ കുലുക്കാൻ കഴിയില്ല. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി മോട്ടീവ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.